രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവിൻ അത്ഭുത ശക്തി ദൈവജനത്തിൻ മീതെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവിൻ അത്ഭുത ശക്തി ദൈവജനത്തിൻ മീതെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. വിശുദ്ധ ബൈബിളിൽ കൊലപാതകം ചെയ്താൽ അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്താൽ ഒക്കെ മാപ്പ് കൊടുക്കുന്നത് കാണുന്നുണ്ട് ഇല്ലേ? ഉദാഹരണത്തിന് പാപിനിയായ ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് വ്യഭിചാരിയായ ഒരു പെണ്ണിനെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. യഹൂദ ആചാരപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലണം. എങ്ങനെ? വ്യഭിചാരം ചെയ്യുന്ന ആണായാലും പെണ്ണായാലും കല്ലെറിഞ്ഞ് കൊല്ലണം അവരെ. കർത്താവിൻ്റെ അടുത്ത് പറയുകയാണ്, ഗുരു നിനക്ക് നിയമങ്ങളൊക്കെ അറിയില്ലേ, ഞങ്ങളിത് കല്ലും പിടിച്ച് നിൽക്കുകയാണ്, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ. കർത്താവ് അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല. കർത്താവ് താഴെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. എന്നിട്ട് കർത്താവ് പറയാണ്, പാപം ചെയ്യാത്തവർ. കഴിഞ്ഞ ദിവസം ഞാൻ മൂന്നാറും തിരുവനന്തപുരം ഭാഗത്തേക്ക് ധ്യാനിപ്പിക്കാൻ പോണ സമയത്ത് ഞങ്ങൾ വണ്ടിയിൽ ജീപ്പിലിരുന്ന് ഞങ്ങളൊരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു പ്രേരണ നൽകുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇങ്ങനെ ചെവിയിൽ മന്ത്രിക്കുകയായിരുന്നു, എന്ത് പാപം ചെയ്യാത്തവരാണ് കല്ലെറിയരുത് എന്ന് പറയുന്നത്? എന്ത് പാപത്തിന് വേണ്ടി അവിടേക്ക് കൊണ്ടുവന്നേ? വ്യഭിചാരം എന്ന പാപം. അപ്പം കർത്താവ് പറയാണ്, വ്യഭിചാരം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. എങ്ങനെ? വ്യഭിചാരം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. കല്ല് മുഴുവൻ അവിടെ ഇട്ടു. സ്ത്രീയെ പുരുഷനെ ആസക്തിയോടെ നോക്കുന്നവൻ അവനുമായി വ്യഭിചാരം ചെയ്യുന്നു. അതെന്താ പറഞ്ഞ കാരണം എന്നറിയോ? വ്യഭിചാരം ചെയ്ത ഒരു പെണ്ണിനെ പോലും അവളെ കണ്ണുനീര് കണ്ടുകൊണ്ട് കർത്താവ് രക്ഷ കൊടുത്തു. കർത്താവിനോടൊപ്പം കുരിശിൽ തറയ്ക്കാൻ വലതും ഇടതും കിടന്ന അല്ലെങ്കിൽ ഒരു കള്ളനെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പത്രോസ്, പ്രത്യേകിച്ച് ആദ്യത്തെ വിശ്വാസ സമൂഹം ഉണ്ടായപ്പോൾ തങ്ങളുടെ സമ്പത്ത് മുഴുവൻ അപ്പോസ്തലരുടെ കാലക്കൽ വെച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും വിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക പത്രോസിൻ്റെ അല്ലെങ്കിൽ അപ്പോസ്തലകളിലേക്ക്. അനനയാസും സഫ്രയയും ആദ്യം അനനയാസ് കടന്നു വന്നു. ഇവരും ഭാര്യയും ഭർത്താവും എന്ത് ചെയ്തു? അവരെ സ്വത്ത് വിറ്റ പൈസ കുറച്ച് മാറ്റി വെച്ചു. എന്നിട്ട് പത്രോസിനടുത്ത് പറഞ്ഞു, ഇതാ ഞങ്ങളുടെ സ്വത്ത് വിറ്റ
സ്വത്ത് വിറ്റ പൈസ. അപ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട്, അനന്യാസ്, പറമ്പ് നിന്റെ അല്ലായിരുന്നു? അതെ. പൈസ നിന്റെ അല്ലായിരുന്നു? അതെ. പിന്നെ നീ എന്തിനാ കുറച്ച് പൈസ മാറ്റിവെച്ചേ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ആ സെക്കൻഡിൽ അവൻ മരിച്ചു വീണു. കൊലപാതകം ചെയ്തോ വ്യഭിചാരം ചെയ്ത ആൾ രക്ഷപ്പെടുന്നു, പക്ഷെ നുണ പറയുന്ന ആള് ഓരോ ധ്യാനത്തിൽ പറയും, ഞാൻ ദശാംശം കൊടുക്കാം, ഞാൻ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാം, ഞാൻ ഒക്കെ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാന്നൊക്കെ പറയും. എനിക്ക് ജോലി കിട്ടട്ടെ, അല്ലെങ്കിൽ അത് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനികളെ ഏറ്റവും വലിയ തകർച്ച ഇതാ. ക്രിസ്ത്യാനികളെ ഏറ്റവും വലിയ തകർച്ചയത്. ഗൾഫിൽ മേഖലയിലേക്ക് ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് അവരുടെ അടുത്തൊക്കെ, ദൈവമക്കളെ, ഈ ക്രിസ്ത്യാനികളായി നിങ്ങൾ ഈ ഗൾഫ് മേഖലയിലേക്ക് ജോലിക്ക് വന്നിട്ട് എത്ര പേരെ ജോലി നീ മേടിച്ചു കൊടുത്തിട്ടുണ്ട്? ചിലപ്പോൾ 100 പേരുണ്ടാവും. അങ്ങോട്ട് നോക്കും, നീ ജോലി മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? നിന്റെ ബന്ധുപത്രാദികളോ അയൽവാസികളോ ആർക്കെങ്കിലും ജോലി കൊടുത്തിട്ടുണ്ടോ? നീ നോക്കിണ്ട. വലിയ കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ കൊടുക്കാൻ, അല്ല ഒരാൾക്ക് ജോലി കൊടുക്കാൻ ആ പുളിക്കും. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമം വായിക്കുമ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, സമ്പത്ത് മുഴുവൻ കൊടുക്കുക, പക്ഷെ അവരുടെ പൈസ കുറച്ച് മാറ്റി വെച്ചു. പക്ഷെ നുണ പറഞ്ഞു. ആരോ മുന്നിൽ വെച്ചിട്ട്? പത്രോസിനെ മുന്നിൽ വെച്ച്, അപ്പോസ്തലനെ മുന്നിൽ വെച്ച്. നീ ഇത് പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കല്ലേ ചെയ്തത്. തൊട്ടടുത്ത് ഭാര്യ സഫറിയ വന്നു. അവൾ ഇതേപോലെ ഡയലോഗ് അടിച്ചു. ഭർത്താവിൻ്റെ ശവം കൊണ്ടുപോയിട്ടുള്ളൂ. അവളും പറഞ്ഞു, നീ എന്തിനാ പൈസ മാറ്റി വെച്ച്? ഞാൻ മാറ്റി വെച്ചില്ലല്ലോ, നിന്റെ ഭർത്താവിൻ്റെ ശവശരീരമായിട്ട് ഇതാ പോകുന്നു. ആണോ? അവൾ മരിച്ചു. നിങ്ങൾ പുതിയ നിയമത്തിലെ മരണം, അങ്ങനത്തെ മരണം അത് മാത്രം നിങ്ങൾ കാണല്ലോ. വചനം കേൾക്കാൻ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ആ മുടന്തന് സൗഖ്യം കിട്ടി കഴിഞ്ഞപ്പോൾ മുടന്തൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചു, ഉറക്കെ സ്തുതിച്ചു. എന്നിട്ട് ദേവാലയത്തിലേക്ക് ഓടി. ആ 10 കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തിയപ്പോൾ വിജാതീയനായ ഒരുവൻ മാത്രമാണ് കർത്താവിൻ്റെ അടുത്ത് ഒന്ന് നന്ദി പറഞ്ഞുള്ളൂ. ബാക്കി 9 വന്നില്ല. അസോ കുടുംബത്തിലെ ആൾക്കാരാ, 9 വന്നില്ല. ഒന്നവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈപിടിച്ചെന്ന് പറയാം, നുണ പറയരുതെന്ന് പറയും. കേട്ടാ, കർത്താവിന് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ് നുണ പറയാം. അറിഞ്ഞുകൊണ്ട് നുണ പറയുമ്പോൾ. എങ്ങനെ അറിഞ്ഞുകൊണ്ട്? നീ പ്രേമിക്കുന്നുണ്ടോടെ? ഒന്നവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഉച്ചത്ത് പറഞ്ഞ ഹല്ലേലൂയ. സർവശക്തിയോട് പറഞ്ഞ ഹല്ലേലൂയ.